അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കഥയുടെ 216 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹുദൈബിയ സന്ധി ഭാഗം 4. ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗസ്വാദ് തളർന്നതല്ല, അതങ്ങനെ തളരുകയുമില്ല. പക്ഷേ മുമ്പ് ആനപ്പടയെ തടഞ്ഞു നിർത്തിയവൻ അതിനെയും തടഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും തുടർന്ന് പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അള്ളാഹുവിൻ്റെ പവിത്ര കേന്ദ്രങ്ങളെ ആദരിച്ചുകൊണ്ടുള്ള ഏതൊരു കാര്യത്തിലേക്ക് ഖുറൈശികൾ എന്നെ ക്ഷണിച്ചാലും ഞാൻ അതിന് സന്നദ്ധനാകും എന്ന് പറഞ്ഞ് തുടർന്ന് ഒട്ടകത്തെ തെളിച്ചു. അപ്പോൾ അത് ചാടി എഴുന്നേറ്റ് ഹുദൈബയുടെ അടുത്തൊരു ചെറിയ തടാകത്തിന് സമീപം പോയി നിൽക്കുകയാണ്. അല്പം മാത്രം വെള്ളമാണ് അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വഴിയിലൊന്നും അവർക്ക് ആവശ്യമായ വെള്ളം കിട്ടിയിരുന്നില്ല. അവരാണെങ്കിൽ കൂടുതൽ ആളുകളുമുണ്ട്, ബലിമൃഗങ്ങളുമുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറഞ്ഞു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അമ്പ് കൊടുത്തിട്ട് അത് കിണറ്റിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. ആ അമ്പ് വെച്ചതോടെ കിണറ്റിൽ വെള്ളം ധാരാളമായി വരാൻ തുടങ്ങി. അവരെല്ലാം അതിൽ നിന്ന് ആവശ്യമായ വെള്ളം ശേഖരിച്ച് ബലിമൃഗങ്ങൾക്കും ആവശ്യമായ വെള്ളം കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് മക്കയുടെ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ, മക്കയുടെ ഭാഗത്ത് ഖാലിദ് ഇബ്നു വലീദും സംഘവും മക്കയിലേക്കുള്ള പ്രധാന വഴിയിൽ ഇവരെയും കാത്തു നിൽക്കുകയാണ്. പിന്നീട് അവർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും വഴി മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എത്ര തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും ഭൗതികമായ എന്തോ ഒരു സഹായം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിരുന്നു. കാരണം എൻ്റെ പദ്ധതികൾ എല്ലാം തന്നെ മറികടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ്. അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഗുസാ ഗോത്രക്കാരനായ ബദീൽ ബിൻ വർക്കാ ഏതാനും ഗുസാ ഗോത്രക്കാരുമായോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരികയാണ്. അപ്പോൾ തിഹാമയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണകാംക്ഷികളാണ് ഗുസാ ഗോത്രക്കാർ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഉംറ നിറവേറ്റാൻ വന്നവരാണ്, യുദ്ധം ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഖുറൈശികൾ മറ്റുള്ളവരെ പോലെ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അവരെ ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. മറിച്ച് മാർഗതടസ്സം സൃഷ്ടിക്കുകയും യുദ്ധം ചെയ്യുകയുമാണെങ്കിൽ അവരിൽ അവസാനത്തവരോട് വരെ ഞാൻ യുദ്ധം ചെയ്യും തീർച്ച എന്ന് പറയാണ്. അങ്ങനെ ബദി ഈ വിവരം ഖുറൈശികളെ അറിയിച്ചു. അപ്പോൾ ഖുറൈശികൾ മിക്രസു ബിൻ ഹഫ്സിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയക്കുകയാണ്. അവരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവൻ വഞ്ചകനാണ്. ഇവനോട് ബദീലിനോട് തന്നെ പറഞ്ഞു. അവൻ ആ വിവരം ഖുറൈശികൾക്ക് എത്തിക്കുകയും ചെയ്തു. തുടർന്ന് കിനാന ഗോത്രക്കാരനായിട്ടുള്ള ഹുലൈസ് ബിൻ അൽഖമ നിയുക്തനാവാണ്. ഇദ്ദേഹം കടന്നു വരുന്നത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം ബലിമൃഗങ്ങളെ ആദരിക്കുന്ന വ്യക്തിയാണ്, അതിനാൽ അവരെ അദ്ദേഹത്തിന് അഭിമുഖമായി നിർത്തുക. അപ്പോൾ സഹാബികൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ബലിമൃഗങ്ങളെ തിരിച്ചു നിർത്തി. ഇത് കണ്ടിട്ട് ഹുലൈസ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇവരെ കഅബാലയത്തിൽ നിന്ന് തടയേണ്ടത് യാതൊരു ആവശ്യവുമില്ല. ഇദ്ദേഹം തിരിച്ചു ചെന്ന് ഖുറൈശികളോട് താൻ കണ്ടത് പറഞ്ഞു, തൻ്റെ അഭിപ്രായം അവരുടെ മുന്നിൽ വെക്കുകയും ചെയ്യാണ്. അങ്ങനെ അദ്ദേഹവും ഖുറൈശികളും ഒരു സംവാദം തന്നെ നടക്കുകയാണ്. അപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞു, ഇദ്ദേഹം നിങ്ങളുടെ മുന്നിൽ വിവേകത്തിൻ്റെ മാർഗമാണ് സമർപ്പിച്ചിട്ടുള്ളത്, അത് സ്വീകരിക്കുക. ഞാനും മുഹമ്മദിനെ ഒന്ന് സമീപിക്കട്ടെ. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് സംസാരിച്ചു. ബദീലിനോട് പറഞ്ഞതുപോലെ തന്നെ ഉള്ള മറുപടിയാണ് ഇദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പോൾ ഉർവ പറഞ്ഞു, മുഹമ്മദ് സ്വന്തം ജനതയ്ക്കെതിരിൽ ഉന്മൂലന യുദ്ധം നയിച്ച ആരെയെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? നീയല്ലാതെ നിന്റെ കൂടെയുള്ള അധമന്മാരായ ആളുകൾ നിന്നെ കൈയൊഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുപിതനായിക്കൊണ്ട് പറയാണ്, ഞങ്ങൾ ഇദ്ദേഹത്തെ കൈയൊഴിയുമെന്നോ? ഉർവയും ഇതിന് തിരിച്ചു പ്രതികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിരുന്ന ഉർവ ഇടയ്ക്കിടയ്ക്ക് തിരുമേനിയുടെ താടി ഒഴിഞ്ഞുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്. ഇത് കണ്ട മുഹീറത്ത് ബിൻ ഷുഐബ് റളിയല്ലാഹു അൻഹു തൻ്റെ വാളുകൊണ്ട് അത് തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിന്റെ കൈ തിരുദൂതരുടെ താടിയിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഉർവ തല ഉയർത്തി ചോദിച്ചു, ആരാണത്? മുഹീറത്ത് ബിൻ ഷുഐബ്. അവർ മറുപടി പറഞ്ഞു. അപ്പോൾ ഉർവ ജാഹിലിയ കാലത്ത് മുഗീറ തൻ്റെ കൂട്ടുകാരെ വധിച്ച് പണം അപഹരിച്ചതും പിന്നീട് വന്ന് ഇസ്ലാം സ്വീകരിച്ചതും സംസാരിച്ചു.
അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, ഇസ്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ധനം ഞാൻ അതിന് ഉത്തരവാദിയല്ല. മുഹീറ ഉർവയുടെ സഹോദരപുത്രനുമാണ്. ഉർവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചരന്മാരൊക്കെ അവരോട് എങ്ങനെയാണ് പെരുമാറുന്ന രീതിയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ ജനങ്ങളുടെ അരികിൽ തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ കെസ്ര, കൈസർ, നേഗസ് ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദിന് തൻ്റെ അനുയായികൾ കൽപ്പിക്കുന്ന സ്ഥാനവും ആദരവുമൊന്നും ഒരു വസ്തുവിനും അവരുടെ പ്രജകൾ കൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അംഗസ്നാനം ചെയ്ത വെള്ളം ദേഹത്ത് പുരട്ടുന്നതിന് അവർ പരസ്പരം മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞ കേൾക്കേണ്ട താമസം അവരത് നടപ്പിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശബ്ദം താഴ്ത്തി മാത്രമാണ് അവർ സംസാരിക്കുന്നത്. ബഹുമാനം കാരണം അദ്ദേഹത്തിൻ്റെ നേരെ അവരുടെ ദൃഷ്ടികൾ പോലും അവർ ഉയർത്തുന്നില്ല. അദ്ദേഹം തുടർന്നു, അവർ വിവേകപൂർണമായ കാര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്, അതിനാൽ നിങ്ങളത് സ്വീകരിക്കുക എന്ന് പറയാണ്. എന്നാൽ യുദ്ധക്കൊതിയരായ യുവാക്കൾ ആ സംഘത്തിലുണ്ടായിരുന്നു ഖുറൈശികളുടെ ഇടയിൽ. ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. അവർ സന്ധി ഉണ്ടാക്കുന്നത് തടയാൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അവരിൽ നിന്ന് 80 പേരടങ്ങുന്ന ഒരു സംഘം പാതിരാവിലെ മുഖംമൂടിയൊക്കെ ധരിച്ച് മുസ്ലിം താവളത്തിന് സമീപത്തേക്ക് പുറപ്പെടുകയാണ്. തൻഈം മലയിറങ്ങി അവർ മുസ്ലിങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പാറാവുകാരെ അവിടെ നിർത്തിയിരുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാരെ 80 പേരെയും അവർ വളഞ്ഞിട്ട് പിടിച്ചു. ഒരു സംഘടനവും വേണ്ടി വന്നില്ല. അവരെ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ എന്തു ശിക്ഷാ നടപടിയും സ്വീകരിക്കാം, കാരണം അത്തരത്തിലൊരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 80 ആളുകൾക്കും മാപ്പ് നൽകി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവരോട് പറയുകയാണ്. അത് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. എന്നാൽ ഐക്യത്തിലും സന്ധിയിലുമുള്ള പ്രതീക്ഷ കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ വിടാൻ ഉണ്ടായത്. ഇതിനെക്കുറിച്ചാണ് സൂറത്തുൽ ഫത്തഹിലെ 24-ാമത്തെ വചനം പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീ കഫ്ഫ അയ്ദിയഹും അൻകും വഅയ്ദിയകും അൻഹും ബിബത്നി മക്കത മിൻ ബഅദി അൻ അഗ്ഫറകും അലൈഹിം വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറാ. മക്കയുടെ താഴ്വാരത്ത് വെച്ച് അവരുടെ കൈകളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളെ അവരിൽ നിന്നും തടഞ്ഞു നിർത്തിയത് അല്ലാഹുവാണ്. അവൻ അവർക്കെതിരെ നിങ്ങൾക്ക് വിജയമരുളി കഴിഞ്ഞിരിക്കും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് അല്ലാഹു. ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما. മക്കയിലുണ്ടായിരുന്നവർ സത്യത്തെ തള്ളിപ്പറഞ്ഞവരായിരുന്നു. നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിലക്കിയവരും ബലിമൃഗങ്ങളെ നിശ്ചിത സ്ഥലത്തെത്താൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയവരും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ചവിട്ടി മെതിക്കാനും അങ്ങനെ കാര്യമറിയാതെ അവർ കാരണമായി നിങ്ങൾ തെറ്റിലകപ്പെടാനും സാധ്യതയില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്യുമായിരുന്നില്ല. അല്ലാഹു താനിച്ഛിക്കുന്നവരെ തന്റെ അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്താനാണിത്. അവർ വെവ്വേറെയാണ് വസിച്ചിരുന്നതെങ്കിൽ അവരിലെ സത്യനിഷേധികൾക്കു നാം വേദനയേറിയ ശിക്ഷ നൽകുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് വീണ്ടും പറയാം. നിങ്ങൾ ഈ ഭാഗങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.